ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് പ്രഗ്നൻസി ടൈമിൽ എല്ലാവർക്കും ഒരുപാട് തെറ്റിദ്ധാരണകൾ ഒക്കെ ഉണ്ടാവും. തെറ്റിദ്ധാരണകൾ എന്ന് പറഞ്ഞാൽ മിത്സ്, അന്ധവിശ്വാസം എന്നൊക്കെ പറയാം. ഓക്കെ, അത് എന്താണെന്ന് വെച്ചാൽ കാലങ്ങളായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് വരുന്ന കുറച്ച് കാര്യങ്ങൾ. അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും നമുക്ക് ഉറപ്പുണ്ടാവില്ല. പക്ഷെ സ്റ്റിൽ നമ്മളത് ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഫോളോ ചെയ്യാത്ത ആൾക്കാരുണ്ട്. പക്ഷെ സ്റ്റിൽ ഒരു കൺഫ്യൂഷനോടുകൂടി മുമ്പോട്ട് പോകുന്നവരുണ്ട്. ഇത് ചെയ്യാമോ അതോ ഇതിങ്ങനെയാണോ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരുപാട് എന്താ പറയുക, മെഡിക്കൽ സയൻസും കാര്യങ്ങളൊക്കെ അഡ്വാൻസ്ഡ് ആണെങ്കിൽ പോലും സ്റ്റിൽ ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളിൽ വിശ്വസിച്ച് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പം എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ പറ്റുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമ്മൾ അനുഭവിക്കുന്നതും നമ്മൾ തന്നെയായിരിക്കും. ഈ പറയുന്ന ആൾക്കാരോ ആരും തന്നെ ഉണ്ടാവില്ല, അല്ലേ? അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് മിത്സ് എന്നുള്ളത്. അപ്പം ഞാൻ ബേസിക്കലി ഒരു ബയോമെഡിക്കൽ എഞ്ചിനീയർ ആണ്. പക്ഷേ ബയോമെഡിക്കൽ എഞ്ചിനീയർ ആണെങ്കിലും ഞാനൊരു ഡോക്ടറല്ല, അല്ലേ? ഒബ്വിയസ്ലി ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ, ആധികാരികമായിട്ട് സംസാരിക്കാൻ ഡോക്ടേഴ്സിനെ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ, എൻ്റെ ക്ലാരിറ്റിയും കാര്യങ്ങളും എല്ലാം കുറച്ച് ഡോക്ടേഴ്സുമായിട്ട് സംസാരിച്ച് റെഫർ ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ, അതായത് സത്യസന്ധമായ കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ പറയാൻ വന്നിരിക്കുന്നത്. അപ്പം എനിക്ക് അതിൽ 1 by 1 ആയിട്ട് ഞാൻ ഓരോ കാര്യങ്ങളായിട്ട് പോകുന്നതായിരിക്കും. ഫസ്റ്റ്, നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു മെയിൻ കാര്യം ആയിരിക്കും, അതായത് ഗർഭിണികൾ 7 മാസം കഴിഞ്ഞ് അമ്പലത്തിൽ പോകാൻ പാടില്ല എന്നുള്ളത്. ഓക്കെ, അപ്പം അത് മതപരമായിട്ടൊന്നും നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റില്ല, കാരണം അത് ഓരോരുത്തരും വിശ്വാസമാണ്. പക്ഷെ ഞാൻ കുറച്ച് ഫാക്ട്സ് ആണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് പണ്ടത്തെ ആൾക്കാർ 7th മന്ത് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോകാത്തത് എന്നുള്ളതാണ്. അതിൻ്റെ വൺ ഓഫ് ദ മെയിൻ റീസൺ നമുക്ക് ദൈവകോപമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ദോഷമോ ഉണ്ടാകുന്നതുകൊണ്ടല്ല. അതിൻ്റെ മെയിൻ കാരണം, പണ്ടത്തെ അമ്പലങ്ങളൊക്കെ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴത്തെ പോലല്ല, കുന്നിൻ്റെ മുകളിലും കാട്ടിലും ഒക്കെ ആയിട്ടായിരിക്കും. അപ്പം ആ സമയത്ത് ഈ പടിക്കെട്ടുകൾ എന്ന് പറയുന്നത് വലിയ പടിക്കെട്ടുകളായിരിക്കും. അതായത് ഒരു പടിയുടെ അടുത്തെന്നുള്ളത് ഒത്തിരി ഗ്യാപ്പിലായിരിക്കും അവർ പണിതിട്ടുണ്ടാവുക. അപ്പം നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് നടക്കാനും കാല് വെച്ച് പോകാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, ഈ അമ്പലങ്ങളിൽ ഏറ്റവും കൂടുതൽ എണ്ണ യൂസ് ചെയ്യുന്നതാണ് വിളക്ക് കത്തിക്കാനും ഒക്കെ ആയിട്ട്. അപ്പം അങ്ങനെയുള്ള വിളക്ക് കത്തിക്കുന്ന സമയത്തൊക്കെ എന്താ പറയുക, ഇതുപോലെ എണ്ണയും കാര്യങ്ങളൊക്കെ നിലത്തുണ്ടെങ്കിൽ തെറ്റി വീഴാനും അങ്ങനെയുള്ള ചാൻസസ് ഉണ്ട്. അതുമാത്രമല്ല, ഒരു 7th മന്ത് എന്നൊക്കെ കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രഗ്നൻസി, ഡെലിവറിക്ക് സാധ്യതയുള്ള സമയം തന്നെയാണ്. കുറേ പേർക്ക് അങ്ങനെ പെട്ടെന്ന് ആവാം, ചിലർക്ക് ലേറ്റ് ആവാം. അത് നമ്മുടെ കുട്ടിയുടെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടിരിക്കും. അപ്പം അങ്ങനെയുള്ള ടൈമിൽ പെട്ടെന്ന് ഒരു പെയിൻ വരുമോ, ഡെലിവറിയുടെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ എന്ത് ചെയ്യും എന്നൊക്കെ ഓർത്തിട്ടാണ് നമ്മുടെ കാർന്നോർമാർ 7th മന്ത് കഴിഞ്ഞ് ടെമ്പിളിൽ പോവണ്ട എന്ന് പറയുന്നത്. അപ്പം ടെമ്പിളിൻ്റെ കാര്യം മാത്രമല്ല, പൊതുവെ പണ്ടത്തെ ആൾക്കാർ നമ്മളൊരു പ്രഗ്നൻ്റ് ആണെന്നുണ്ടെങ്കിൽ എങ്ങും പുറത്തിറങ്ങി നടക്കാനോ ഒന്നും സമ്മതിക്കില്ലായിരുന്നു. കാരണം അപ്പോഴത്തെ കാലം അങ്ങനെ ആയിരുന്നു. കാരണം മുഴുവൻ ഇരുട്ടാണ്. ഇരുട്ടെന്ന് പറയാൻ കാരണം ഇലക്ട്രിസിറ്റി ഇല്ലാത്തതുകൊണ്ടല്ല, ചുറ്റും കാടുള്ള ഒരു സ്ഥലത്തായിരുന്നു പണ്ടത്തെ ആൾക്കാർ. അപ്പോഴത്തെ വികസനമോ കാര്യങ്ങളോ റോഡോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഇപ്പം നമുക്കൊരു ഹോസ്പിറ്റലിൽ പോകണമെന്ന് വെച്ചാൽ നമുക്ക് വണ്ടി എടുക്കാൻ പോകാം, ബൈ റോഡ് തന്നെ നമുക്ക് പോകാം വണ്ടിയിൽ. പക്ഷെ അപ്പം അതൊന്നും പറ്റത്തില്ലായിരുന്നു. കാരണം അപ്പോഴുള്ളത്തെ സാഹചര്യങ്ങളാണ്, ഓരോ കാലഘട്ടമല്ലേ. അപ്പോൾ ഇതിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, പഴയ കാലമല്ല ഇപ്പോഴത്തെ കാലം. കാലഘട്ടങ്ങൾ മാറി, ആൾക്കാരുടെ ചിന്താഗതികൾ മാറി. അപ്പോൾ അതിലെ ഫാക്ട്സ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കും, ഇപ്പോൾ ഒരു കുട്ടിക്ക് അമ്പലത്തിൽ പോകാൻ നല്ലൊരു ആഗ്രഹം ഉണ്ടാവും. ചിലപ്പോൾ 7th മന്തിലായിരിക്കും തോന്നുക, പ്രാർത്ഥിക്കണം, അമ്പലത്തിൽ പോകണമെന്നൊക്കെ. അപ്പോൾ ആ ടൈമിൽ അമ്പലത്തിൽ പോരുന്നെന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ മാനസികാവസ്ഥ ഓർത്ത് നോക്കും. പ്രഗ്നൻ്റ് ആയിട്ടുള്ളൊരു കുട്ടിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. എന്താ പറയുക,
ആ ഒരു റീസൺ കാരണം നമ്മൾ അമ്പലത്തിൽ പോകരുത് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇതൊക്കെ ശുദ്ധ മണ്ടത്തരമാണ്. പിന്നെ ഇതൊരു മതപരമായിട്ടുള്ള കാര്യമാണ്, അതൊരു വിശ്വാസമാണ് എന്നുള്ള വിചാരിക്കുന്ന ആൾക്കാർക്ക് പോവാം. കാരണം നമുക്ക് ആരുടെയും വിശ്വാസമോ ഒന്നും ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. പക്ഷേ ഇതിൻ്റെ ഫാക്റ്റ് ഇതാണ്. കാരണം ഞാനിത് ഒരുപാട് ആൾക്കാരോട് ചോദിച്ചറിഞ്ഞിട്ടുള്ള കാര്യമാണ്, ഒരുപാട് അറിവുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിച്ച കാര്യമാണിത്. കാരണം അതുമാത്രമല്ല, നമ്മൾ ചോദിക്കുമ്പോൾ ഇതിൻ്റെ സ്പെസിഫിക് റീസൺ തന്നെ ആർക്കും പറയാനില്ല. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് പറയാൻ ആർക്കും ഒരു റീസൺ ഇല്ല, ഒരു വാലിഡ് ആയിട്ടുള്ള ഫാക്റ്റ് പറയുന്നില്ല എന്നുള്ളതാണ്. അതാണ് ഫസ്റ്റ് മിത്ത്. പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പോയിന്റ്സ് എഴുതി വെച്ചിട്ടുണ്ട്. ഒരുപാട് മിത്സ് ഉണ്ട്. അപ്പം ഞാനിത് അന്വേഷിച്ചിറങ്ങിയപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് ഉണ്ടായിരുന്നു, പ്രഗ്നൻസി കഴിഞ്ഞിട്ടുള്ളവരുണ്ട്. അപ്പം അങ്ങനെയുള്ളവരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇത് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇത് 10-50 മിത്സ് തീരുന്ന കാര്യങ്ങളല്ല, ഒരുപാടുണ്ട്. അപ്പം അതെല്ലാം നമുക്കിങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അപ്പം കുറച്ച് കാര്യങ്ങൾ, മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പോയിൻ്റായിട്ട് എഴുതിയെടുത്തിട്ടുണ്ട്. അപ്പോൾ 1 by 1 ആയിട്ട് നമുക്ക് പോകാം. അപ്പോൾ അതാണ് അതിൻ്റെ ഫാക്റ്റ്. പിന്നെ ഉള്ളത് എന്താ പറയുക, വൈകുന്നേരം 6 മണിക്ക് ശേഷം നമ്മൾ പുറത്തിറങ്ങാൻ പാടില്ല. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. ചിലപ്പം പണ്ട് ഇരുട്ടായിരുന്നിരിക്കുമല്ലോ, ഇതുപോലത്തെ അവസ്ഥയൊന്നും ആയിരിക്കില്ല, ലൈറ്റ് ഉണ്ടാവില്ല. അപ്പം അതുപോലത്തെ സാഹചര്യം ആയതുകൊണ്ടാവാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. അല്ലാതെ ഇപ്പം നമ്മൾ എന്താ പറയുക 6 മണിക്ക് ശേഷം പുറത്തിറങ്ങരുത് അങ്ങനെയൊന്നുമില്ല. കാരണം നമ്മളിപ്പോൾ വർക്കിംഗ് വുമൺ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ടൈം നമ്മുടെ ഷിഫ്റ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ 6 മണിക്ക് ശേഷമാണ് നമുക്ക് നടക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ആ ടൈമിലല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഒരു ബുദ്ധിക്കനുസരിച്ച് ചിന്തിച്ച് മാറ്റാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കുറച്ച് നമ്മൾ ഇമോഷണലി എന്താ പറയുക മെൻ്റലി ഫിസിക്കലി ഒക്കെ കുറച്ച് ഡൗൺ ആയിട്ടിരിക്കുന്ന ടൈം തന്നെയാണ് പ്രഗ്നൻസി ടൈം. അപ്പം അങ്ങനെയുള്ള ആ ഒരു ടൈമിൽ ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ഒന്നും കൂടെ കുറച്ച് ബുദ്ധിമുട്ടിലാവും. ഞാനും ഇതൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം എന്താ പറയുക, അതിനുശേഷം ഞാൻ കുറേ റിസർച്ച് ചെയ്തു ഇതിനെക്കുറിച്ച്, എന്താണ് ഇതിൻ്റെ ഫാക്റ്റ്, ശരിക്കും അങ്ങനെ ആണോ എന്നൊക്കെ കുറേ അന്വേഷിച്ചിട്ടാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. അതുകൊണ്ടാണ് ഇത് ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് എത്തട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ അതാണ് അതിൻ്റെ അടുത്ത മിത്ത്. പിന്നുള്ളത് ഉമ്മറപ്പടിയിൽ ഇരിക്കാൻ പാടില്ല. എന്താണ് പ്രശ്നമെന്ന് എനിക്കറിയില്ല. ഉമ്മറപ്പടിയിൽ എന്തോ വീഴുന്നാൽ കുഴപ്പം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പെൺകുട്ടികൾ പണ്ട് തൊട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്, പെൺകുട്ടികൾ ഇരിക്കാൻ പാടില്ല. ഇപ്പോൾ പ്രഗ്നൻ്റ് ആണെങ്കിൽ ഒരിക്കലും ഇരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പം അതിൽ സയൻറ്റിഫിക്കലി ആണെങ്കിലും അങ്ങനെ ഒരു സംഭവം ഇല്ല, ഇരിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല. ഓക്കെ, പിന്നെ ഒരു കാര്യമാണ്, നമ്മൾ ആഫ്റ്റർ 6 months ശേഷം ഡേറ്റ്സ് കഴിച്ചാൽ, ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈന്തപ്പഴം കഴിച്ചാൽ കുട്ടിക്ക് അംഗവൈകല്യങ്ങൾ ഉണ്ടാകും എന്നുള്ളത്. അത് അങ്ങനെ ഒരു കാര്യമേ ഇല്ല, തെറ്റാണ്. ഡേറ്റ്സ് നമുക്ക് ശരിക്കും ചില ഡോക്ടേഴ്സ് പറയും നമുക്ക് ആദ്യമേ മുതൽ കഴിക്കാം, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ചില ഡോക്ടേഴ്സ് പറയുന്നത് ആഫ്റ്റർ 7 months നിങ്ങൾക്ക് കഴിക്കുകയാണെങ്കിൽ സെർവിക്സ് സോഫ്റ്റൻ ആവും. സെർവിക്സ് സോഫ്റ്റൻ ആകുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഡെലിവറി പെട്ടെന്ന് നടക്കും, കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ സ്മൂത്ത് ആയിരിക്കും, ലൈക്ക് പെയിനൊക്കെ പെട്ടെന്ന് വരും. അപ്പം അത് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു സംഭവമില്ല. പിന്നെ ഉള്ളത് ആഫ്റ്റർ 8 months കൂടുതൽ സമയം ഇരിക്കാൻ പാടില്ല. ഇപ്പോൾ കൂടുതൽ സമയം ഇരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കി എന്താ ചെയ്യേണ്ടത്, നിൽക്കണം. ശരിക്കും പറഞ്ഞാൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ള വുമൺ ഒരുപാട് നേരം നിൽക്കാൻ പാടില്ല. കാരണം നമുക്ക് ഹിപ്പ് പെയിനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പം ഇരിക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് നോർമൽ ഡെലിവറി നടക്കില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്, അങ്ങനെയൊന്നുമില്ല. അപ്പം പക്ഷെ നമുക്ക് ബോഡി മൂവ് ചെയ്യണം. നമുക്ക് ബോഡി ഒന്നും മൂവ് ചെയ്യാതെ കംപ്ലീറ്റ്ലി റെസ്റ്റിംഗ് പൊസിഷൻ എന്നല്ല. പിന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ഫിസിക്കലി ഉള്ള പ്രശ്നങ്ങൾ അനുസരിച്ചിട്ടിരിക്കും. ഡോക്ടേഴ്സ് പറയും നമുക്ക് റെസ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ ബോഡി മൂവ് ചെയ്യാമോ എന്നുള്ള ഇൻഫർമേഷനൊക്കെ ഡോക്ടേഴ്സ് കറക്റ്റായിട്ട് തരും. അതിനനുസരിച്ച് ഫോളോ ചെയ്യുക. ഓക്കെ, ഇങ്ങനെയുള്ള മിത്സ് ഒന്നും ഫോളോ ചെയ്യാതിരിക്കുക. പിന്നെ ഉള്ളൊരു മെയിൻ സംഭവമാണ് ഗർഭിണികൾ പകൽ കിടന്നുറങ്ങാൻ പാടില്ല എന്നുള്ളത്. എനിക്കിതിനെക്കുറിച്ച് എന്താ പറയണ്ടതെന്ന് പറഞ്ഞുകൂടാ.
ഇപ്പം നമുക്ക് എല്ലാ പ്രഗ്നൻ്റ് ആയിട്ടുള്ള വുമണ്ണാണെങ്കിൽ പോലും രാത്രി കറക്റ്റ് ഉറക്കം കിട്ടണമെന്നൊന്നുമില്ല. ഇപ്പം എൻ്റെ കാര്യം ഞാൻ പറയാം, എൻ്റെ ഫസ്റ്റ് ട്രൈമസ്റ്റർ ഒരു 3rd മന്തൊക്കെ ആയപ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ ഉറക്കം കംപ്ലീറ്റ് ആയിട്ട് പോയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ എനിക്ക് ആകെപ്പാടെ 2-3 മണിക്കൂറൊക്കെ ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നത്. ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ടൈമിൽ നമ്മൾ പകലിൽ എപ്പോഴേലും വൈകുന്നേരങ്ങളിലൊക്കെയാണ് ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് അങ്ങനെ ഉറങ്ങാൻ പാടില്ല എന്നൊക്കെ എൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര്. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ഉറങ്ങണം. ഉറപ്പായിട്ടും നമ്മൾ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ 10 hours സ്ലീപ്പ് മസ്റ്റാണ്. അതുപോലെ തന്നെ പകൽ 2 മണിക്കൂർ ഉറങ്ങുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. 2 മണിക്കൂർ കൂടാതിരുന്നാൽ മതി. അപ്പം മൊത്തത്തിലൊരു 12 hours സ്ലീപ്പ് റെസ്റ്റും നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഉള്ളത്, പിന്നെ കുട്ടി ഉണ്ടായതിന് ശേഷം 28 ദിവസം കഴിയുന്നവരെ നമ്മൾ അമ്പലത്തിൽ പോകരുത്, ബാലാരിഷ്ടതകൾ ഉണ്ടാകും എന്നുള്ളത് എല്ലാവരും കേട്ടിട്ടുള്ള കാര്യമല്ലേ. അതിപ്പോഴും ഫോളോ ചെയ്യുന്നവരുണ്ട്, ഫോളോ ചെയ്യാത്തവരുണ്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങനൊരു കാര്യമില്ല. കുട്ടി ഉണ്ടാവുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്, കുഞ്ഞ് എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ അത് അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് ദൈവത്തിന് എന്താണ് പ്രശ്നം, അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർക്ക് എന്താണ് പ്രശ്നം എന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു കാര്യമില്ല. എന്താ പറയുക, സയൻറ്റിഫിക്കലി അതിനൊരു എവിഡൻസും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് പോകാം. നമ്മൾ കംപ്ലീറ്റ്ലി നമ്മുടെ ബോഡി ഓക്കെയാണ്, നമുക്ക് എവിടെയെങ്കിലേക്ക് പോകാറായി ഡെലിവറിക്ക് ശേഷം എന്നുണ്ടെങ്കിൽ നമുക്ക് പോകാം. അതിലൊരു റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഒന്നും തന്നെയില്ല കേട്ടോ. പിന്നെ ഉള്ളത്, മുടി വെട്ടരുത്. പ്രഗ്നൻ്റ് ആയതിനു ശേഷം നമ്മൾ മുടി വെട്ടാൻ പാടില്ല. മുടി വെട്ടിക്കഴിഞ്ഞാൽ കുട്ടിക്ക് മുടി വളരില്ലെന്നാണ് പറയുന്നത്. അതിൻ്റെ എന്താണ് അതിൻ്റെ ഫാക്ട് എന്നുള്ളത് എനിക്കറിയില്ല. ഞാനത് ക്ലിയറായിട്ട് ഡോക്ടേഴ്സിനോടും കാര്യത്തിനോടും എല്ലാവരോടും ചോദിച്ചൊരു കാര്യമാണ്. എങ്ങനെയാണ് മുടിയുടെ പ്രശ്നം വരുന്നത്? അങ്ങനെ ഒരു കാര്യമേ ഇല്ല കേട്ടോ. ജനറ്റിക്കലി കുട്ടിക്ക് എങ്ങനെയാണോ വരുന്നത് അതിനനുസരിച്ച് മുടി വളരൂ. നമ്മളിപ്പോൾ എന്ത് ചെയ്താലും, ഇപ്പം നമ്മുടെ മുടി അപ്പോൾ വെട്ടുന്നതുകൊണ്ട് കുട്ടിക്ക് മുടി വളരില്ല എന്നൊന്നുമില്ല. അത് വെറുതെയാണ്. പിന്നെ നമുക്ക് വയറ് ചൊറിയുന്നത് കുട്ടിക്ക് തലയിൽ മുടി വളരുന്നത് കൊണ്ടാണെന്നാണ് പറയുന്നത്. ശുദ്ധ മണ്ടത്തരമാണ്. നമ്മൾ വയറ് ചൊറിയുന്നത് നമ്മുടെ സ്റ്റൊമക്ക് വലിയുന്നതുകൊണ്ടാണ്. സ്ട്രെച്ച് മാർക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഡ്രൈനെസ് വരുമ്പോൾ, അല്ലെങ്കിൽ ഹോർമോണൽ ചേഞ്ചസ് വരുമ്പോഴൊക്കെയാണ് നമുക്ക് ഇച്ചിങ് വരുന്നത്. ഓക്കെ. പിന്നെ നമുക്ക് നഖം, നമ്മുടെ സ്കിൻ അറിയാലോ, നമുക്കിപ്പോൾ നഖം വെച്ചിട്ട് നമ്മളിങ്ങനെ മാന്തിയാൽ നമുക്ക് പെയിനും കാര്യങ്ങളും കുറച്ച് ബുദ്ധിമുട്ടായി, ചിലപ്പം ചെറുതായിട്ട് മൈന്യൂട്ടായിട്ടുള്ള ഇഞ്ചുറീസും കാര്യങ്ങളും വരും സ്കിന്നിൽ. അപ്പം നഖമൊക്കെ വെട്ടുക. ഞാൻ നഖം വെട്ടി ക്ലീൻ ആക്കിയിട്ടുണ്ട്. എന്നാന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുമ്പോഴൊക്കെ ആണെങ്കിലും പ്രഗ്നൻസി ടൈമല്ലേ, കുറച്ച് ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് നഖം വെട്ടിയത്. അപ്പം ഈ നഖം വെട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് വലിയ എന്താ പറയുക, അത്ര സ്ട്രെസ് ഇല്ലാത്ത രീതിയിൽ ചൊറിയുന്നതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല നമ്മുടെ വയറ്റിൽ. നമ്മളെപ്പോഴും കംഫേർട്ടായിട്ടിരിക്കാൻ നമ്മൾ നോക്കുക. ഓക്കെ, ബാക്കി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്നും പറഞ്ഞിട്ട് അത് ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമില്ല. അപ്പം അത് മിത്താണ്. പിന്നെ ഉള്ളത് വേറൊന്നാണ്, വയറിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് ജെൻഡർ പ്രെഡിക്റ്റ് ചെയ്യാമെന്ന് പറയുന്നത്. ആക്ച്വലി അത് വെറുതെ പറയുന്നതാണ്. ഓരോരുത്തരുടെ പ്രകൃതം അനുസരിച്ചിട്ടാണ് എന്താ പറയുക വയറിൻ്റെ വലിപ്പവും കാര്യങ്ങളും ഒക്കെ. അപ്പം അതുകൊണ്ട് നമുക്കൊരു ജെൻഡർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് വെറുതെയാണ്, അങ്ങനെയൊന്നുമില്ല. പിന്നെ ഉള്ളത് വയറിന് വലിപ്പമുണ്ടെങ്കിൽ കുട്ടി ഹെൽത്തി ആയിരിക്കുള്ളൂ എന്നുള്ളത്. അതും വെറുതെ പറയുന്നതാണ്. നമ്മുടെ കുട്ടിക്ക് കറക്റ്റ് ഗ്രോത്ത് ഉണ്ടോ, നമ്മുടെ യൂട്രസ് എക്സ്പാൻഡ് ആകുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ കറക്റ്റ് അറിയാൻ പറ്റും. അതനുസരിച്ചിട്ടാണ് കുട്ടിയുടെ ഗ്രോത്തും കാര്യങ്ങളും ഒക്കെ. നമ്മുടെ വയറ് വലുതായെന്നും പറഞ്ഞിട്ട് നമ്മൾ കുട്ടി ഹെൽത്തി ആവണമെന്നുമില്ല, വയറ് ചെറുതായെന്നും പറഞ്ഞു ഹെൽത്തി അല്ലെന്നുമല്ല എൻ്റെ അർത്ഥം. അപ്പോൾ അത് നമ്മൾ ഡോക്ടേഴ്സിനോട് സംസാരിക്കുക എന്നുള്ളതാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. പിന്നെന്തായിരുന്നു, അപ്പോൾ വയറിൻ്റെ വലിപ്പത്തിലൊന്നും കാര്യമില്ല, നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുക. പിന്നെ വേറൊന്നുള്ളത്, നമ്മൾ ഉറപ്പായിട്ടും പ്രഗ്നൻ്റ് ആണെങ്കിൽ വെയിറ്റ് ഗെയിൻ ചെയ്തിരിക്കണം എന്നുള്ളത്. അപ്പം ഹെൽത്തി ആയിട്ടുള്ളൊരു വെയിറ്റ് ഡോക്ടേഴ്സ് പറയുന്നത് 8 മുതൽ 15 kg വരെയാണ്. ഓക്കെ, അപ്പം അതിന് കൂടുകയാണെങ്കിൽ ഡോക്ടേഴ്സ് പറയും, വെയിറ്റ് കുറയ്ക്കാൻ പറയും.
ഇപ്പോൾ ഒരുപാട് ഓവർ വെയിറ്റ് ആണെങ്കിൽ പോലും കുറച്ച് ഡെലിവറിയിൽ കുറച്ച് റിസ്ക്കും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളല്ലേ. ഇനിയിപ്പോൾ വെയിറ്റ് വെച്ച് ലാസ്റ്റ് ആ ഒരു വെയിറ്റിൽ തന്നെയാണ്, ഒരുപാട് വെയിറ്റ് ഒന്നും ഇല്ല എന്നും പറഞ്ഞുകൊണ്ടും കുഴപ്പമില്ല. അപ്പോൾ ഡോക്ടേഴ്സ് ചെക്ക് ചെയ്യും നമ്മുടെ കുട്ടിക്ക് ഗ്രോത്ത് ഉണ്ടോ, കാര്യങ്ങളാണോ, ഇനി വെയിറ്റ് കുറയുന്നത് മൂലം നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, റിസ്ക് ഉണ്ടോ എന്ന് ഡോക്ടേഴ്സ് ചെക്ക് ചെയ്യും. അങ്ങനെയാണല്ലോ അവർ എന്താ പറയുക MBBSഉം MDയും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ ഡോക്ടേഴ്സ് പറയുന്നത് ഫോളോ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഡോക്ടർ ഇപ്പം എന്താ പറയുക ഫസ്റ്റ് 3 months വെയിറ്റ് ലോസ് ഓൾറെഡി പ്രെഡിക്റ്റഡ് ആണ്. മിക്ക സ്ത്രീകൾക്കും വോമിറ്റിംഗ് ഉണ്ടെങ്കിലും ഉണ്ടാവും, ചിലർക്ക് ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള കേസിലൊക്കെ വെയിറ്റ് ലോസ് ഉണ്ടാവും. എനിക്കൊരു 4 kgയോളം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 5 kgയിൽ കൂടുതൽ നമുക്ക് വെയിറ്റ് കുറയുന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് ഉറപ്പായിട്ട് അതിന് മെഡിസിൻസും കാര്യങ്ങളും തരും. എനിക്ക് പിന്നെ വോമിറ്റിങ്ങിനുള്ള മരുന്നും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരുപാട് മാറ്റം ഉണ്ടായിരുന്നു. അതിനുശേഷം അത് മാറി. പക്ഷെ ചില സ്ത്രീകൾക്ക് 9 മാസവും വോമിറ്റിംഗ് ഉണ്ടായിട്ട് പോയി പ്രസവിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ എഫക്റ്റ്. പിന്നുള്ളത് ചൂടുവെള്ളത്തിൽ കുളിക്കാൻ പാടില്ല. എന്താണ് ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ എന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷെ ചൂടുവെള്ളം എന്ന് പറയുമ്പോൾ ഒരുപാട് തിളച്ച വെള്ളം എടുത്ത് ശരീരത്ത് ഒഴിക്കുക എന്നുള്ളതല്ല, ഒരു നമുക്ക് സഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഹോട്ട് വാട്ടർ അത് ചെയ്യുന്നത് നല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ജോയിൻറ്റ് പെയിൻസും ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ ടൈമിൽ. അപ്പം നമുക്ക് ഇങ്ങനെ കുളിക്കുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടാവും. പിന്നെ ചൂടുവെള്ളം കുളിക്കാൻ പാടില്ല, കുടിക്കാനും പാടില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇവർ പറയുന്നത് ചൂടുവെള്ളം അകത്ത് ചെല്ലുമ്പോൾ കുട്ടിക്ക് പൊള്ളും എന്നൊക്കെയാണ് ഉദ്ദേശിച്ചിട്ടാണ് ഇവർ പറയുന്നത്. കുട്ടി എന്ന് പറഞ്ഞാൽ യൂട്രസിൻ്റെ അകത്ത് നല്ല ലെയേർഡായിട്ട് അമ്നോട്ടിക് ഫ്ലൂയിഡിൻ്റെ അകത്ത് സേഫായിട്ടാണ് ഇരിക്കുന്നത്. ഒരു കുഷൻ പോലെയാണ് കുട്ടി അതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഗർഭപാത്രം വേറെ വയറ് വേറെ, ഓർഗൻസ് രണ്ടും ഡിഫറെൻ്റ് ആണ്. അതാദ്യമേ മനസ്സിലാക്കുക എന്നുള്ളതാണ് കേട്ടോ മെയിനായിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, അപ്പം അങ്ങനെ വെറുതെ അതിങ്ങനെ കുറേ മിത്തുകളുണ്ട്, ഒന്നും നമ്മൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഉള്ളത് മോർണിംഗ് സിക്നെസ് രാവിലെ മാത്രമേ ഉണ്ടാവുള്ളൂ, അതിനുശേഷം നമ്മൾ നോർമലായിരിക്കും എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. മോർണിംഗ് സിക്നെസ് അതായത് ഈ വോമിറ്റിങ്, ചിലവർക്ക് BP പെട്ടെന്ന് ലോ ആകുക, താഴെ പോവുക, പിന്നെ കുറച്ചൊന്ന് ഡേ സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുക. അത് ചിലപ്പം ആ ഒരു ഡേ ഫുള്ള് കാണും, ചിലപ്പോൾ ഉച്ച കഴിഞ്ഞായിരിക്കും, ചിലപ്പോൾ രാത്രിയായിരിക്കാം. അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് രാവിലെ മാത്രമേ ഉണ്ടാകത്തുള്ളൂ, അത് ഇനി നിങ്ങൾ ഓക്കെ ആണെന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അങ്ങനെയുള്ളതൊന്നുമില്ല കേട്ടോ, മിത്താണ്. പിന്നെ ഞാൻ വീണ്ടും പറയുന്നു, ഇതൊക്കെ ഡോക്ടേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രമാണ് ഞങ്ങളോട് പറയുന്നത്, വെറുതെ പറയുന്നതല്ല. അപ്പം നിങ്ങൾക്കും ഇതുപോലെയൊക്കെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ജസ്റ്റ് ഒരു യൂട്യൂബ് വീഡിയോ കാണുന്നതിലൂടൊന്നും കിട്ടുന്നില്ല, ഒരു ഇൻഫർമേഷൻ കറക്റ്റായിട്ട് യൂട്യൂബ് വീഡിയോ ഒന്നുമല്ല, ഇപ്പം എനിക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ ഞാൻ ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് കൂടുതലും അതിൽ ഇനിയും ക്ലാരിറ്റി വരുത്താനുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ചോദിക്കാവുന്നതാണ്. ഇനി അതിലും എനിക്ക് ആ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകാൻ ചോദിക്കാം. കാരണം അവരാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ടൈമിൽ നമ്മൾ ഒരുപാട് സ്റ്റേജിലൂടെ ആയിരിക്കും പോകുന്നത്. ഇമോഷണലി പിന്നെ ഫിസിക്കലി ഒരുപാട് ചേഞ്ചസ് ആണ് നമ്മുടെ ശരീരത്ത് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പൊട്ടത്തരമൊക്കെ ഇങ്ങനെ വിളിച്ച് പറയുന്നതൊക്കെ ചുറ്റുമുള്ള ആൾക്കാർ നിർത്തുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന് കംഫർട്ട് ആക്കുക എല്ലാ അർത്ഥത്തിലും. ഓക്കെ, പിന്നെ ചില ആൾക്കാർക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, ലൈക്ക് അവർ കറക്റ്റായിട്ടുള്ള കാര്യം ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, അവർ ഹാപ്പി ആയിട്ട് തന്നെ മുമ്പോട്ട് പോകുന്നത്. പക്ഷെ ഇപ്പോഴും ഇങ്ങനെയുള്ള മിത്തുകൾക്ക് മുമ്പിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്തത്. അപ്പം എന്താണ്, ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. മിത്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ, കുറേ ഉണ്ട്. എനിക്കെല്ലാം ഒരു വീഡിയോയിൽ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇനി ഇതുപോലത്തെ എന്തെങ്കിലും തെറ്റിദ്ധാരണകളോ ക്വസ്റ്റ്യൻസോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ചോദിക്കാം. ഞാനൊരു സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ട് ഉറപ്പായിട്ട് ഇടുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഒരുപാട് ആവശ്യമാണ് എൻ്റെ ചാനലിന്. ഞാനൊരു കംപ്ലീറ്റ്ലി ഇപ്പോൾ യൂട്യൂബിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇരിക്കുന്ന ഒരാളാണ്. ഇപ്പം എൻ്റെ സെക്കൻഡ് ട്രൈമസ്റ്ററാണ്, പ്രഗ്നൻസി പീരീഡാണ് എനിക്കും. ഞാനും ഒരുപാട് സ്റ്റേജിലൂടെ കടന്നു പോവുകയാണ്. നിങ്ങൾ പോകുന്ന പോലെ തന്നെ ഓരോ അവസ്ഥയിലൂടെയാണ് ഞാനും കടന്നു പോകുന്നത്.
അപ്പം നമ്മുടെ മൈൻഡൊക്കെ ഡൈവേർട്ട് ചെയ്യാൻ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എനിക്കിഷ്ടമുള്ള കാര്യം യൂട്യൂബാണ്, അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് ലൈറ്റിങ്ങിൻ്റെ ഒക്കെ പ്രശ്നം വീഡിയോയ്ക്ക് ഉണ്ട്, എനിക്കറിയാം. ഞാൻ ഉറപ്പായിട്ടും ഉടനെ തന്നെ അത് ഫിക്സ് ചെയ്യുന്നതായിരിക്കും. അതിനുള്ള സജ്ജീകരണങ്ങൾ ഞാൻ തുടങ്ങിക്കഴിഞ്ഞു. പിന്നെ എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ അമർത്തുക, ഓൾ നോട്ടിഫിക്കേഷൻസ് കൊടുക്കുക. എന്നാലേ ഞാൻ അപ്പം ഇടുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ. അപ്പോൾ താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ ബൈ.